ഇത് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോ മോൾഡിൽ നിന്നും എടുക്കാട്ടോ. നോക്കിയേ, അടിപൊളിയായിട്ടില്ലേ സോപ്പ്? കാണാനും നിന്നൊരു ഭംഗിയല്ലേ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി സോപ്പ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഇതിന്റെ കറക്റ്റ് മെഷർമെന്റിലാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഇനി ആരും സോപ്പ് ഉണ്ടാക്കാനായിട്ട് അറിയില്ല എന്ന് പറയണ്ട, നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറെ പേര് നമ്മുടെ വീഡിയോ കാണാറുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം നേരം കളയാതെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാലോ. അപ്പൊ നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് ഷിയ ബട്ടറിന്റെ ബേസ് ആണ് കേട്ടോ. SLS ഫ്രീ ആയിട്ടുള്ള ഷിയ ബട്ടറിന്റെ ബേസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എപ്പോഴും നമ്മൾ സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ സോപ്പ് ബേസ് പെട്ടെന്ന് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ മെൽറ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതെന്തായാലും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. വലിയ വലിയ പീസുകളായി നമ്മൾ കട്ട് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അത് മെൽറ്റ് ആവാനായിട്ട് കുറേ താമസം എടുക്കും. അപ്പൊ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് കുക്കുമർ ജെല്ലാണ് കേട്ടോ. അപ്പൊ കുക്കുമർ സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഷിയ ബട്ടറിലാണ് കുക്കുമറിന്റെ ജെല്ല് വെച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എക്സ്ട്രാക്ട് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാം, ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാം. ഫ്രഷ് ജ്യൂസ് ഒക്കെ വെച്ച് സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം. അപ്പൊ ജെല്ല് വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മള് ഓർഗാനിക് ആയിട്ടുള്ള കുക്കുമർ ജെല്ലാണ്. ഈ ജെല്ല് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ്. അപ്പൊ നമ്മുടെ സ്കിന്നൊക്കെ ഇപ്പോ കാറ്റുകാലൊക്കെ ആയ കാരണം നല്ല ഡ്രൈ ആയിട്ടിരിക്കില്ലേ. നമ്മളൊന്ന് പുറത്ത് പോയി വരുമ്പോഴേക്കും നമ്മുടെ സ്കിന്നൊക്കെ ആകെ ചുക്കി ചുളിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മള് അതിനായിട്ടാണ് ഇവിടെ വെജിറ്റബിൾ ഗ്ലിസറിൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അത് നമ്മൾ സോപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഒരു എന്താ പറയാ മോയ്സ്ചറൈസിങ് കിട്ടാനായിട്ടാണ് നമ്മള് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വൈറ്റമിൻ നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലതാണ് കേട്ടോ. എപ്പോഴും നമ്മുടെ സ്കിന്നിന് ബെറ്റർ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് വൈറ്റമിൻ. കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് കിട്ടാനില്ലെങ്കിൽ ടാബ്ലറ്റും യൂസ് ചെയ്യാം. ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ജെല്ലുകള് ബേസുകള് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പം ഇത് നിങ്ങൾക്ക് കിറ്റായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് ആദ്യം തന്നെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ ഡബിൾ ബോയിൽ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ. ഇനി ഞാൻ എല്ലാ വീഡിയോസിലും ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലോങ് ആക്കുന്നില്ല. അപ്പൊ ഡബിൾ ബോയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ മുന്നുള്ള വീഡിയോസിൽ എങ്ങനെയാണ് നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കാന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് കയറി കണ്ടാൽ മതി. വേറെ കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ആ വെള്ളം ചൂടായി വരുമ്പോൾ നമ്മൾ ബേസ് അതിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുക്കുക. അത്ര കാര്യമുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിത് മെൽറ്റ് ചെയ്തെടുത്താലോ. ഇപ്പൊ സോപ്പ് ബേസ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ജെല്ല് അപ്പളേക്കും റെഡി ആക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇതേ ഞാൻ 1 kg ബേസിലേക്കുള്ള ജെല്ലാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കൊരു 5 ml വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വൈറ്റമിൻ ആണ് കേട്ടോ. നമുക്കൊരു 6 ഡ്രോപ്പ് വൈറ്റമിൻ ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ആഡ് ചെയ്ത് എനിക്കിതിൻ്റെ അളവൊക്കെ ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പച്ച കളറിലുണ്ടായിരുന്ന ജെല്ലിൻ്റെ കളറ് മാറി ഇത് വെള്ള കളറിലേക്ക് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് 2 ഡ്രോപ്പ് ഗ്രീൻ കളർ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുക്കുമർ എക്സ്ട്രാക്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഡ്രോപ്പ് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ. നമ്മുടെ ബേസ് നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ജെല്ല് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാണ് കേട്ടോ. ജെല്ല് ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ജെല്ല് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഫ്രാഗ്രൻസ് നമ്മൾ 20 ml ആണ് 1 kg ആഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ 20 ml സ്മെല്ലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ഈ ജാറിലോട്ട് മാറ്റിയാണ് കേട്ടോ. നമ്മൾ ലിറിലിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് നമുക്ക് സുഖമായിട്ട് മോൾഡിലേക്ക് ഒഴിക്കാൻ പറ്റാനായിട്ടാണ് കേട്ടോ. ഇതിലാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒഴിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമുക്കിതൊന്ന് മൊത്തമായിട്ട് ഈ സ്പാച്ചുല വെച്ചിട്ട് ഈ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 90 ഗ്രാമിൻ്റെ മോൾഡാണ്. അപ്പം നമുക്ക് ഇതിൽ 11 എണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ടില്ലേ 11 എണ്ണം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മോൾഡാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഒരെണ്ണത്തിൽ 8 എണ്ണം വരെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ബബിൾസ് റബ്ബിങ് ആൽക്കഹോൾ വെച്ച് നമുക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതേ നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സോപ്പ് മോൾഡിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് 3 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല. പക്ഷെ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റ് ആവും. ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ ആകുമ്പോഴേക്കും എടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സോപ്പ് സെറ്റ് ആയതിനു ശേഷം കാണാം കേട്ടോ. അത് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോ മോൾഡിൽ നിന്നും എടുക്കാം കേട്ടോ. നോക്കിയേ അടിപൊളിയായിട്ടില്ലേ? സോപ്പ് കാണാനും എന്തൊരു ഭംഗിയല്ലേ? അപ്പൊ നമുക്ക് അടുത്ത സോപ്പ് എടുക്കാം. അപ്പൊ ഇനി നമുക്ക് സോപ്പിന് കവർ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ സോപ്പ് അധികം നേരം വെക്കാനായിട്ട് പാടില്ല. അപ്പൊ അത് വന്ന് ഗ്ലിസറിൻ കൊണ്ടി വരും കേട്ടോ. അപ്പൊ നമുക്ക് സോപ്പ് കവർ ചെയ്യാനായിട്ട് ക്ലീൻ ഫിലിം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ട്രാൻസ്പെറൻറ്റ് കവർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ച് സീൽ ചെയ്താലും മതി കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഓരോ സോപ്പുകളായിട്ട് കവർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സോപ്പ് നമ്മുടെ 90 ഗ്രാമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ കവറിങ്ങും അതുപോലെ തന്നെ നമ്മുടെ സോപ്പ് നമ്മൾ ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കവിങ്ങിൻ പാളയുടെ ബോക്സിലാണ് നമ്മൾ സോപ്പ് ആക്കിയിട്ടുള്ളത്. നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് കവർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇനി നമ്മുടെ കയ്യിലുള്ള ബോക്സ് ആണ് ഇതുപോലെ നോർമൽ ബോക്സ് കേട്ടോ. അപ്പൊ നോർമൽ ബോക്സിൽ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ ലാബിനോട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് വിൻഡോ ബോക്സ്. നമുക്കപ്പോൾ വിൻഡോ ബോക്സിൽ നമുക്ക് സോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് വിൻഡോ ബോക്സിൽ ഞാൻ സോപ്പ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടില്ലേ? നമുക്ക് കാണാനായിട്ട് പറ്റും. നോർമൽ ബോക്സിലാണെങ്കിൽ കാണാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മള് വിൻഡോ ബോക്സ് അതുപോലെ തന്നെ നോർമൽ ബോക്സ് ഇതുപോലെ നമ്മുടെ കവുങ്ങിൻ പാളയുടെ ബോക്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ബോക്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഷാംപൂ, ലിപ് ബാം എല്ലാ കിറ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഫിനോയിൽ, ഫ്ലോർ ക്ലീനർ, കംഫർട്ട് അതിൻ്റെ ഒക്കെ കിറ്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ കയ്യിൽ പല ടൈപ്പ് സോപ്പുകളും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.